എൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ ആർച്ചിൻ്റെ അവിടുന്ന് റൈറ്റ് കയറിയാണ് ഈ അമ്പലത്തിലേക്ക് പോകുന്നത്. നമ്മൾ ഈ മാരാരിക്കുളത്ത് ചെന്നു അവിടുന്ന് റൈറ്റ് കയറി നമ്മളിവിടുന്ന് പോകുന്നതാണ്. ഈ ശിവഭഗവാന്റെ സ്റ്റാച്ചു ഇരിക്കുന്നതിൻ്റെ ഭാഗത്തു നിന്നാണ് നമുക്ക് റൈറ്റ് കയറി പോകേണ്ടത്. ഇവിടെ ഒരു അമ്പലമുണ്ട് ശിവഭഗവാന്റെ. നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് സ്ഥലത്ത് കൊണ്ട് എത്തിക്കും, ഒരു വ്യത്യാസവും ഇല്ല. അതാണ് ഈ കാണുന്നത്. നമ്മളിപ്പുറത്തൂടെ വന്നത്, അപ്പുറത്തൂടെ നേരത്തെ വന്നു. നിങ്ങൾക്ക് എത്തേണ്ട സ്ഥലം റോഡിന്റെ ഇടതുവശത്ത് കാണാം. ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ് ഈ അമ്പലം വരുന്നത്. നമ്മളിപ്പോൾ അമ്പലത്തിലെത്തി, ഗൂഗിൾ മാപ്പ് ഇട്ട് ഈ അമ്പലത്തിലെത്തി. ഇവിടെ ഇപ്പം ഇതൊരു കാവായിരുന്നെന്നാണ് പറയുന്നത്. ഇപ്പോൾ അമ്പലമൊക്കെ ഇതായി വരുന്നു. അപ്പോൾ ആയി വരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ 10-11 മണിയായപ്പോഴത്തേനാണ് ഇവിടെ എത്തിയത്. 10-11 മണിയായപ്പോഴാണ് എത്തിയത്. അപ്പോഴത്തേന് അമ്പലത്തിലെല്ലാം കഴിയാറായി, നടയിറക്കാറൊക്കെ ആയി. അപ്പോൾ ആ സമയത്താണ് നമ്മളിവിടെ എത്തിയത്. അപ്പം എത്തിയപ്പോഴത്തേന് ഇവിടുത്തെ തിരക്കൊക്കെ കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുക്കാൻ പറ്റും. അതും ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടെ സൂചി കുത്താനുള്ള സ്ഥലങ്ങളോ കാര്യങ്ങളോ ഇല്ല. മാസത്തിൽ 3 തവണയേ അമ്പലം തുറക്കത്തുള്ളൂ. അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് പറയാനുള്ളത്. ഇവിടുത്തെ ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് പറയുന്നത്. എൻ്റെ ഒരു പുതിയൊരു ചാനൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടുത്തെ അമ്മയുടെ ഇത് വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ നമുക്കിവിടെ കൂടുതൽ വീഡിയോ അനുമതിയല്ല. അതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ എടുക്കുന്ന ആരും ഇല്ലെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ ചെല്ലുമ്പോൾ തന്നെ അവർ വീഡിയോ എടുക്കില്ലെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും നമുക്ക് ഇതിനകത്ത് കാണിക്കാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല. ഇവിടെ കൃഷ്ണനും ഉണ്ട്. കണ്ടില്ലേ വീഡിയോ, അതുകൊണ്ടാണ് എടുക്കാത്ത. കൂടുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും കാണിക്കാത്ത. ഇവിടെ തൊഴേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന ഉടനെ നമ്മൾ വാരാഹി അമ്മയെ തൊഴുത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ കൃഷ്ണൻ്റെ നടയിൽ പോയി തൊഴുക. അവിടുന്ന് വന്ന് സർപ്പദൈവങ്ങളെ തൊഴുക. അത് കഴിഞ്ഞ് വിളക്ക് വെക്കുന്ന രീതി പറയാം. ഇവിടെ തൊഴുന്ന രീതികളെക്കുറിച്ച് പറയാം. ക്ഷേത്രത്തിൽ ആദ്യം നമ്മൾ വാരാഹിയമ്മയെ തൊഴുക. അത് കഴിഞ്ഞ് കൃഷ്ണൻ്റെ നടയിൽ വന്ന് കൃഷ്ണനെയും തൊഴുത് നാഗദൈവങ്ങളെയും തൊഴുതിട്ട് വന്ന് നമ്മൾ കൃഷ്ണൻ്റെ നടയിൽ വന്നിട്ട് 2 തട്ടത്തിലായിട്ട് 5 വിളക്ക് വീതം 10 ചിരാഗ് എടുക്കുക. ചിരാഗ് എടുത്തിട്ട് അതിൽ എണ്ണയോ നെയ്യോ ഒഴിച്ച് തിരിയിടുക. ഒരു തട്ടത്തിൽ വിളക്ക് നമ്മൾ കണ്ണിന് തടയിൽ വെച്ച് കത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ 4 എണ്ണം നാഗദൈവങ്ങളുടെ നടക്കിൽ വെച്ച് കത്തിച്ച ശേഷം നമ്മൾ ഒരു തട്ടത്തിലെ വിളക്കെടുത്ത് ദേവിയുടെ മുന്നിൽ വെച്ച് കത്തിച്ചിട്ട് നമ്മൾ 5 പ്രാവശ്യം ദേവിക്ക് വലം വയ്ക്കുകയും കൃഷ്ണന് 3 പ്രാവശ്യം വലം വെച്ച് തൊഴുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ മൺചിരാഗ് വെച്ച് കത്തിക്കുന്നത്. ഇവിടെ എല്ലാവരും ഇങ്ങനെ കത്തിക്കാനായിട്ടാണ് ഇതിങ്ങനെ ഒരുക്കിയിരിക്കുന്നത്. അവിടെ നമ്മൾ മൺചിരാഗ് വെച്ച് കത്തിച്ചിട്ട് ഇവിടെ നമ്മൾ മൺചിരാഗ് വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുക. കത്തിച്ച് കഴിഞ്ഞ് ദേവിയുടെ നടയാണ് അവിടെ നമ്മൾ നിന്ന് പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ നമ്മളിവിടെ കത്തിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ മേടിച്ച തട്ടമാണത്. നമ്മൾ ആ മൺചിരാഗ് കത്തിച്ചുകൊണ്ടിരിക്കുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വഴിപാട് ദേവിക്ക് മാതള നാരങ്ങയായാലും മുല്ലപ്പൂവ് ദേവിയുടെ ഇഷ്ട വഴിപാടാണ്. മധുരക്കിഴങ്ങ് വയ്ക്കാം, കപ്പ, ഇതെല്ലാം അവിടെ കിട്ടും. നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് തന്നെ ഉണ്ട് നമുക്ക് മാലയൊക്കെ വാങ്ങിക്കാനുള്ള സ്ഥലം. അതിൻ്റെ ഇപ്പോൾ വഴിപാട് കൗണ്ടറിൻ്റെ അവിടെ നമുക്കിപ്പം കാണിച്ചു തരാം. ഇത് നമ്മൾ ഈ കത്തിച്ചതിൻ്റെ ഇതൊക്കെ പ്ലേറ്റുകൾ എടുത്തിടുന്നിടമാണ്. ഇതിൻ്റെ അപ്പുറത്താണ് ഇതിപ്പോൾ നമ്മളെ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി വഴിപാടിൻ്റെ ബോർഡ് വെച്ചേക്കുന്നത്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്ത് ഇത് സർപ്പദൈവങ്ങളുടെ അടുക്കലാണ് നമ്മൾ ഈ തൊഴുതുന്ന വലം വെച്ച് വരുന്നിടമാണ്. ഇത് നമ്മൾ തൊഴുതിങ്ങനെ വലം വെച്ച് വരും. 5 പ്രാവശ്യം വലം വെച്ച് ദേവിയുടെ അടുക്ക് തൊഴുതു വരും. ഇവിടെ പുറവശത്ത് സർപ്പദൈവങ്ങളുടെ ഇവിടെ നമ്മൾ തൊഴുത് വലം വെച്ച് വരികയാണ്. വലം വെച്ച് വന്നിട്ട് അമ്മയുടെ നടയിൽ 5 പ്രാവശ്യവും തൊഴണം, വലം വെച്ച് തൊഴുക. പിന്നെ കൃഷ്ണൻ്റെ നടയിൽ നമ്മൾ 3 പ്രാവശ്യവും വലം വെച്ച് തൊഴുക. ഇത് നമ്മൾ പറയിടുന്ന സ്ഥലമാണ്. നമ്മളിവിടെ വന്നാണ് പറയൊക്കെ ഇടുന്നത്. ഇവിടെ കൃഷ്ണൻ്റെ ഇപ്പുറത്തായിട്ട് മഞ്ചാടിക്കുരു വെച്ചിട്ടുണ്ട്. മഞ്ചാടിക്കുരു വാരി അവിടെ നമുക്ക് വിളക്ക് വെക്കുന്ന ചിരാഗ് വെക്കുന്ന സ്ഥലമാണ് അവിടെയും. ഇത് അമ്പലത്തിൻ്റെ പുറകുവശമാണ്. പുറകുവശത്തൂടെ നമ്മൾ ഇപ്പുറത്ത് വരിക. ഇവിടെ
വഴിപാട് കൗണ്ടറിൻ്റെ സ്ഥലത്താണ് നമ്മളിവിടെ. ഇവിടെ നമ്മൾ പഞ്ചമിക്ക് ചെയ്യുന്ന വഴിപാട് ഇതുണ്ട്, നവമിക്ക് വെക്കുന്ന വഴിപാടിൻ്റെയും ഇതുണ്ട്, അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ വെളിവശത്ത് നമുക്ക് മാല വാങ്ങിക്കാനായാലും എല്ലാം അവിടെ ആ ഭാഗത്ത് തന്നെയാണ്. നമ്മുടെ വഴിപാടിൻ്റെ കൗണ്ടറാണ് അത്. നമ്മൾ വഴിപാട് ചെയ്യേണ്ട ഇതൊക്കെയാണ് അവിടെ ബോർഡ്. പിന്നെ നമ്മളിവിടെ ഒരാളോട് ചോദിക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ. പണ്ട് വലിയൊരു കാടായിരുന്നു. അപ്പോൾ ഇവിടെ എപ്പോൾ നോക്കിയാലും ഒരു ഇരുന്ന് മരത്തിയായിട്ട് സംഭവം കാണാൻ പറ്റുമോ കേട്ടാ. അപ്പം അങ്ങനെ നോക്കിയപ്പം ഒരു ദേവിയുടെ സ്ഥാനത്തെയാണ് കണ്ടത്. അപ്പം നോക്കിയപ്പോൾ വരാഹ എന്ന് പറഞ്ഞ ദേവിയുടെ ഒരു രൂപമാണ് കാണുന്നത്. അങ്ങനെ ആ ദേവീനെ ഇവിടെ പ്രതിഷ്ഠയായിട്ട് ഇരുത്തി. അപ്പോൾ ദേവിക്ക് ഇഷ്ടമുള്ള സാധനം എന്ന് വെച്ചാൽ മണ്ണ് പൂജ, നെയ്വിളക്ക്, പഞ്ചദീപം, ഇതൊക്കെയാണ് ദേവിയുടെ ഇഷ്ട വഴിപാട്. പുള്ളി ഇതിൻ്റെ ഐതിഹ്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു ഹോട്ടലുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ മാസത്തിൽ 3 തവണയൊക്കെ ഇല്ലേ തുറക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹോട്ടലൊക്കെ കാണാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള ഹോട്ടലേ ഉള്ളൂ. ഇവിടെ കഴിക്കാനുള്ളവർക്ക് ഇവിടെ തന്നെ കഴിക്കാം. ഇപ്പോഴത്തോട്ട് പോയി കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നിടമൊക്കെയാണ് കാണിക്കുന്നത്. ഇവിടാണ് ഇതൊരു കാവായിരുന്നു. ഇവിടെ ഇത്രയിടത്ത് വണ്ടി നമ്മൾ പാർക്ക് ചെയ്യുന്നിടവും അമ്പലവും എല്ലാം കൂടെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വശമാണ്, ഈ വഴിയിലോട്ട് വരുന്ന ഫ്രണ്ട് വശമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ദിവസം പഞ്ചമി മാസത്തിൽ 2 പഞ്ചമി വരും. പഞ്ചമി വന്നു കഴിഞ്ഞാൽ ആ പഞ്ചമി നാളിൽ രാവിലെ 7 മണി തൊട്ട് 11 മണി വരെ, വൈകുന്നേരം 4 തൊട്ട് 7 മണി വരെയാണ് ദീപം കത്തിക്കുന്ന ദിവസം. പഞ്ചമി പൂജ എന്ന് പറയുന്നത് രാത്രിയിലാണ്. ഒരു 7 മണി തൊട്ട് തുടങ്ങും. 7 8 മണിയാകുമ്പോൾ തുടങ്ങും. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ സർവേശ്വരി പൂജയുണ്ട്. പിന്നെ പൗർണമി നാളിൽ ഇവിടെ നട തുറക്കും. പൗർണമി നാളിൽ നമുക്ക് പൗർണമി പൂജ നടത്താം. പൗർണമി പൂജ നടത്തുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന സംഭവം. പിന്നെ മണ്ണ് പൂജ, പിന്നെ അതുപോലെ വരാഹി മന്ത്ര പുഷ്പാഞ്ജലി. പിന്നെ നമ്മുടെ വസ്തുവൊക്കെ വിൽക്കണമെങ്കിൽ മണ്ണ് പൂജ നടത്തണം. പിന്നെ അക്ഷയ വിളക്കിന് ഇവിടെ അക്ഷയ വിളക്കെന്ന് പറയുന്ന സംഭവമുണ്ട്. അക്ഷയ വിളക്ക് ഇവിടെ നടത്താറുണ്ട്. പിന്നെ നമ്മുടെ ഓരോരോ നമ്മുടെ നാണത്തിനനുസരിച്ചുള്ള പൂജകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അമ്പലത്തിലേക്കുള്ള വഴിപാടിനുള്ള മുല്ലപ്പൂ ആയാലും എന്തോ ആയാലും ഇതിൻ്റെ അകത്തുനിന്ന് മേടിക്കുക. ഇതിൻ്റെ അകത്ത് തന്നെ കൗണ്ടറിൻ്റെ അവിടെ തന്നെ ഉണ്ട്. വഴിപാട് കൊടുക്കുന്ന ഭാഗത്ത് തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ അവിടുന്ന് തന്നെ മേടിച്ച് കൊടുക്കുക. ഇത് മാസത്തിൽ 3 തവണ തുറക്കുന്നതുകൊണ്ട് ഈ സമയത്തൊക്കെ മാത്രമേ ഇവിടെ തിരക്ക് കാണത്തുള്ളൂ. ഈ സമയത്തൊക്കെ ഇവിടെ ഇതുള്ളൂ. അപ്പോൾ ഇത് റോഡിൻ്റെ സൈഡും വഴികളും ഒക്കെയാണ് നമ്മൾ കാണിക്കുന്നത്. അമ്പലത്തിൻ്റെ അകമാണ് കാണിക്കുന്നത്. ഇതിനിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു വർഷത്തിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ അമ്പലത്തിൽ വരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ മാറ്റങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത കൊല്ലം ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അമ്പലം കേരളത്തിൽ നമ്മൾ എടുത്തു പറയുന്നു 4 അമ്പലങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ മാത്രമാണ് ഇപ്പോൾ ആലപ്പുഴ ഇവിടായിട്ടാണ് ഈ അമ്പലം കാണുന്നത്. അപ്പോൾ ഈ അമ്മയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിൻ്റെതായ ഫലങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ ചെയ്യുക. അതൊക്കെയാണ് പറയാനുള്ളത്. എൻ്റെ 2ാമത്തെ ചാനലാണ്. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്രയൊക്കെ ആയതും എടുത്തതും. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചേക്കാന്ന്. കൂടുതലും ഈ വാരാഹി അമ്മയെക്കുറിച്ച് കൂടുതലായിട്ട് അറിവ് എല്ലാവർക്കും ഇല്ല. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളിതൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നേടുന്നതും എല്ലാവരും നേടണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വാരാഹി അമ്മയെ പ്രാർത്ഥിക്കുക. ഒരുപാട് വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് പോവുകയാണെങ്കിൽ എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാകും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ വന്ന രീതികളൊക്കെ എൻ്റെ മറ്റേ ചാനലിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ഈ ചാനലും അതുപോലെ തന്നെ പുതിയതായിട്ട് ഞാൻ അമ്മയുടെ അടുക്കൽ നിന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഇവിടുന്ന് തിരിക്കുകയാണ്. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ അകത്ത് ഞാൻ വരുന്നതാണ്. എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടവർ എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. എന്നിലുള്ള അറിവുകൾ നിങ്ങളിലും ഞാൻ എത്തിച്ചു. അപ്പോൾ നിങ്ങൾ എന്നെ കൂടെ പ്രോത്സാഹിപ്പിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അമ്മയുടെ അനുഗ്രഹം എനിക്കും ഉണ്ടായി, നിങ്ങൾക്കും ഉണ്ടാകട്ടെ.